വായനയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന രീതിയെ മാറ്റിമറിച്ച ഒരു കാര്യം പങ്കുവയ്ക്കട്ടെ. ശരാശരി ഒരു വ്യക്തി ദിവസവും 3 മണിക്കൂർ നെറ്റ്ഫ്ലിക്സ് കാണാൻ ചെലവഴിക്കുന്നു. മാസത്തിൽ 3 തവണ ഒരു ബുക്ക് വായിക്കാൻ മതിയായ സമയം. പക്ഷേ വായിക്കാൻ സമയമില്ലെന്ന് നമ്മൾ സ്വയം പറയുന്നു. ആഴ്ചയിൽ ഒരു പുസ്തകം വായിക്കുന്നത് വലിയ കാര്യമാണ്. വേഗത്തിൽ വായിക്കുന്നതിൽ അല്ല കാര്യം, മറിച്ച് കൂടുതൽ സമയം നിങ്ങളുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നതിനാണ്. കൂടുതൽ വായിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ജീവിതം തിരക്കിലാകുന്നു. അതുകൊണ്ട് നമ്മൾ വായന ഒരു ഹാബിറ്റ് ആക്കുക ആണ് ചെയ്യേണ്ടത്. ഓരോ ദിവസവും പല്ല് തേക്കാൻ നിങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കേണ്ട കാര്യം ഇല്ല. അതുപോലെ കുളിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സ്വയം ചർച്ച നടത്തുന്നില്ല. ഈ പ്രവർത്തനങ്ങൾ യാന്ത്രികമായി സംഭവിക്കുന്നതാണ്. വായനയെക്കുറിച്ചുള്ള 3 അടിസ്ഥാന സത്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് നമുക്ക് ഇതൊരു ഹാബിറ്റ് ആക്കാൻ സാധിക്കുക. നിങ്ങളുടെ വായനാശീലം ആദ്യം നിങ്ങളുടെ പരിസ്ഥിതിയുടെ പ്രതിഫലനമാണ്. രണ്ടാമത്തേത് ചെറിയ സ്ഥിരതയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. മൂന്നാമതായി അടുത്ത കുറച്ച് അധ്യായങ്ങളിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും മികച്ച വായനാ സീക്രട്ട്. വളരെ സ്വാഭാവികമായും അനായാസമായും തോന്നുന്ന തരത്തിൽ ഒരു വായനാശീലം നമ്മൾ വളർത്തിയെടുക്കണം. ശരാശരി ഒരു പുസ്തകം ഏകദേശം 140 പേജുകൾ നീളമുള്ളതാണ്. ഒരു ദിവസം വെറും 10 പേജുകൾ വായിക്കുന്നു. അങ്ങനെ 14 ദിവസത്തിലൊരിക്കൽ ഒരു പുസ്തകം പൂർത്തിയാക്കുക. പക്ഷേ നമ്മൾ ഒരു പുസ്തകം മുഴുവൻ വായിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പ്രതിരോധം സൃഷ്ടിക്കുന്നു. അത് ഒരു മുഴുവൻ കേക്ക് കഴിക്കാൻ ശ്രമിക്കുന്നതുപോലെയാണ്. ഇത് യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മിക്ക ആളുകൾക്കും ഏകദേശം 30 മിനിറ്റിനുള്ളിൽ 10 പേജുകൾ വായിക്കാൻ കഴിയും. പക്ഷേ ഇവിടെയാണ് അത് രസകരമാകുന്നത്. നിങ്ങൾക്ക് ആ 30 മിനിറ്റ് ഒറ്റയടിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുക. രാവിലെ കാപ്പിയുമായി 3 പേജുകൾ, ഉച്ചഭക്ഷണ സമയത്ത് 5 പേജുകൾ, ഉറങ്ങുന്നതിനു മുമ്പ് അങ്ങനെ 10 പേജുകൾ. ഓരോ ദിവസവും സാധ്യമായതിന്റെ തെളിവ് നിങ്ങൾ നിർമ്മിക്കുകയാണ്. നിങ്ങൾ ഒരു സ്ഥിരതയുള്ള വായനക്കാരനാണെന്നതിന് മറ്റൊരു തെളിവ് കൂടി ചേർക്കുന്നു. വാസ്തവത്തിൽ ഈ സംവിധാനത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് ഇപ്പോൾ കാണിച്ചുതരാം. വായന ട്രിഗറുകൾ. ഇവ നിങ്ങളുടെ ദിവസത്തിലെ യാന്ത്രികമായി ഓർമ്മിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. നിങ്ങളുടെ രാവിലെ ഉള്ള കാപ്പി വായിക്കാനുള്ള ഒരു സിഗ്നലായി മാറുന്നു. നിങ്ങളുടെ ഉച്ചഭക്ഷണ ഇടവേള ഒരു സ്വാഭാവിക ഇടവേളയായി മാറുന്നു. വേഗതയേറിയ വായനക്കാരാകുക എന്നതിൽ അല്ല, മറിച്ച് നമ്മൾ അനിവാര്യമായ വായനക്കാരായി മാറുക ആണ് വേണ്ടത്. ഇങ്ങനെ വായന നിങ്ങളുടെ ഫോൺ പരിശോധിക്കുന്നത് പോലെ യാന്ത്രികമായി മാറുന്നു.